സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാറാണ്. മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളവും വളരെ ടേസ്റ്റാണ് നോർത്ത് ഇന്ത്യൻ അച്ചാർ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-12 മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. 10-12 മാങ്ങയാകുമ്പോൾ 1.5 കിലോ 2 കിലോ വരും കേട്ടോ. അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി അതിപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് 2-3 മണിക്കൂർ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊണ്ടുവരും. എന്നിട്ട് അച്ചാർ ശരിയാക്കാം. അതിന് മുമ്പ് നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ശരിയാക്കാം. ഇത് ഉലുവയാണ്. ഉലുവ നന്നായി വാഷ് ചെയ്ത് വെയിൽ കൊള്ളിച്ചിട്ടുള്ളതാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉലുവ എടുത്തു. ഉലുവ 1/2 ടീസ്പൂൺ അജ്വൈൻ. അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം 1/2 ടീസ്പൂണ്. കരിഞ്ജീരകം കലവഞ്ചി എന്ന് പറഞ്ഞിട്ട് 1 ടീസ്പൂൺ എടുത്തു. പെരുംജീരകം 2 ടീസ്പൂൺ, 2 അല്ലെങ്കിൽ 3 സ്പൂൺ എടുത്താലും കുഴപ്പമില്ല. 2 സ്പൂൺ. ഇതൊന്ന് വറക്കണം. ഇത് വറുത്തിട്ട് നമുക്ക് പൊടിക്കണം. ഇതിൽ ചൂടാറിയിട്ട് പൊടിച്ചുകൊണ്ട് കേട്ടോ. ചൂടാറിയിട്ട് പൊടിക്കണം. മാങ്ങ ഉടക്കിയത് ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കായിരുന്നു. മാങ്ങ നുറുക്കി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് പുരട്ടിയിട്ട് ഇതാ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. 2-3 മണിക്കൂറായിട്ടുള്ളൂ. കൂടുതൽ വെയിൽ കൊള്ളിക്കണമെങ്കിൽ നല്ലതാണ്. പക്ഷെ അത്ര നേരെ ഒന്ന് വാടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി എന്താ ചെയ്ത് വെച്ചാൽ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിക്കുക. നല്ലോണം എണ്ണ വേണം. നോർത്ത് ഇന്ത്യ അച്ചാറിന് നല്ലോണം എണ്ണ വേണം കേട്ടോ. എണ്ണ ഒഴിച്ചു. അതായത് ഇപ്പോൾ ഒരു 10-200 മില്ലി എണ്ണ ഒഴിച്ചു കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ അത് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊടിക്കണം. ഈ വക സാധനങ്ങളൊന്ന് പൊടിക്കണം. തരുന്നതിനെ പൊടിച്ചെടുക്കണം. വലിയ മിനുസ പൊടിയാക്കരുത്. ഇതുപോലെ കുറച്ച് പൊടി കൂടുതലായി ഇത് പൊടിഞ്ഞു. സാരില്ല, ഇത് തരുന്നതിനെയാണ് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. അധികം പൊടിക്കാൻ പാടില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ ചൂടായ നമുക്ക് കുറച്ച് കായം ഇടും. ലേശം കായം ഇട്ടാൽ മതി. അധികം കായം വേണ്ട. കുറച്ച് കായം ഈ പൊടിച്ചു കൊണ്ടുവന്ന പൊടി, അതായത് തരുന്നതിനെ പൊടിക്കണം. ഇത് കുറച്ച് കൂടുതലായി പൊടിച്ചത് സാരില്ല. തരുന്നതിനെ പൊടിച്ചത്. എണ്ണ നല്ലോണം ചൂടാകും. കായം മൂക്കട്ടെ. ഇനി ഞാൻ തീ കെടുത്തി. തീ കൂടുതൽ പാടില്ല. ചൂട് അത് കാരണം കൊണ്ടാണ് തീ കെടുത്തി. ഇനി നമുക്ക് ഈ പൊടിച്ചു വെച്ചിട്ടുള്ള സാധനം ഇതെല്ലാം ഇടാം. പൊടിച്ചു വെച്ചിട്ടുള്ളത് തരുന്നതിനെ പൊടിക്കണം എന്നാണ് നിയമം. കുറച്ച് സോഫ്റ്റായി തോന്നുന്നു, അറിയില്ല. തരുന്നതിനെ പൊടിക്കണം കേട്ടോ. അധികം പാടി. പിന്നെ ഇതിൽ കുറച്ച് മുളകും പൊടി ഇല്ല. 2-3 ടീസ്പൂൺ ഇട്ടോളൂ. കാശ്മീരി ചില്ലി പൗഡറാണ്. അതിട്ടു. അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇളക്കാം. ജലാംശം പാടില്ല. അതൊന്ന് വറ്റി കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. ഏതാണ്ട് ചൂടാറി ഇതിലിടാം. ആദ്യം തന്നെ മാങ്ങകൾ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അത് മഞ്ഞളും ഉപ്പും പുരട്ടി ഇതിൽ വെക്കുക കേട്ടോ. എന്നിട്ട് വേണം വീട്ടിലാക്കി വെച്ചാൽ അവിടെ ഇരിക്കും. കലായി കണ്ടത് നോർത്ത് ഇന്ത്യൻ അച്ചാർ കലായി മാങ്ങയുടെ. ഇതിനെ നല്ല പോലെ ഇളക്കി. എന്താ മണം! നല്ല സ്മെല്ലുണ്ട്. ഇനി ഇത് ഇപ്പോഴൊന്നും ഇത് കഴിക്കാൻ പറ്റില്ല. ഇത് പാകമാണെങ്കിൽ ഒരു മിനിമം 2 മാസം എടുക്കും. ആ 2 മാസം ഇത് ബോട്ടിലാക്കി എടുത്ത് അടച്ചു വയ്ക്കും. പിന്നെ യാതൊരു കേടുമില്ല ഇതിന്. എണ്ണ കുറച്ച് കുറവാണ്. എണ്ണ വേണമെങ്കിൽ ഇനി ഒഴിക്കണം കേട്ടോ. എണ്ണയിലാണ് ഈ അച്ചാറിൻ്റെ വിജയം. എണ്ണ കുറച്ച് കുറവ് തന്നെയാണ്. അപ്പോൾ എണ്ണ വേണമെങ്കിൽ കുറച്ച് ചൂടാക്കി ഒഴിച്ചാൽ മതി. ചൂടാറിയിട്ട് ഒഴിക്കണം. അപ്പോൾ പിന്നെ വളരെ നല്ല അച്ചാർ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ബോട്ടിലാക്കി. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉലുവ, പെരുംജീരകം, ജീരകം, കായം, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ, അജ്വൈൻ, അങ്ങനെ അയമോദകം, അതൊക്കെ എല്ലാം, പിന്നെ കറുത്ത ജീരകം, അതെല്ലാം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇത് കേട് വരില്ല. എത്ര കാലം വർഷങ്ങളോളം ഇത് ഇരുന്നു എന്നുള്ള. പിന്നെ ഇത് ചപ്പാത്തിക്ക്, പൂരിക്ക്, ചോറിനൊക്കെ വളരെ നല്ല അച്ചാറാണ്. ഇത് ഷ്രിങ്കാവും. ഇങ്ങനെയാണ് അവർ കട്ട് ചെയ്യുക. ഒരു മാങ്ങ മുറിച്ച് അവരവിടെ മാർക്കറ്റിലൊക്കെ നമുക്ക് മാങ്ങ മുറിച്ച് കിട്ടും. എന്ത് സുഖമാണെന്നറിയോ! നല്ല രസമായിട്ട് അണ്ടിയോട് കൂടി മുറിച്ച് കിട്ടും.
അപ്പോൾ നല്ല ഹാർഡായിട്ട് അവർ മുറിക്കുക എളുപ്പമായിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ മുറിക്കാൻ പറ്റില്ല, അണ്ടി വന്നിട്ടുള്ള മാങ്ങ മുറിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ മുറിക്കണം. 4 കഷ്ണമാക്കാം ഒരു മാങ്ങ. അതിലും ചെറുതാക്കാൻ പാടില്ല, അതിലും ചെറുതാക്കിയത് കൊള്ളിക്കുക. അങ്ങനെ വേണം ഇത്. വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ ഒരു ദിവസം വെയിൽ മുഴുവൻ കൊള്ളിക്കുക, അല്ലെങ്കിൽ 2-3 മണിക്കൂർ വെയിൽ. അങ്ങനത്തെ അച്ചാറാണ്. ഇനി അച്ചാർ ഞാൻ ബോട്ടിലാക്കി ഒരു ബോട്ടിലും കൂടി ആക്കണം. എന്നിട്ട് അസലായിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം. ഒരാഴ്ച കണ്ടിന്യൂസ്ലി വെയിൽ കൊള്ളിക്കണം കേട്ടോ. വെയിൽ കൊള്ളിച്ചതിന് ശേഷം നിങ്ങൾക്കത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് 1 മാസമോ 2 മാസമോ 3 മാസം കഴിഞ്ഞ് നല്ല മഴ തുടങ്ങുന്ന സമയത്ത് എടുത്ത് കഴിക്കും. നല്ല സ്വാദുള്ള അച്ചാറാണ്. പിന്നെ അതുപോലെ ഉലുവ, മിളക്, ജീരകം അതൊക്കെ തരിതരിനെ പൊടിക്കണം. നല്ല കൂടുതൽ മിനുസായിട്ട് പൊടിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ.